ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കരിയർ ഗൈഡൻസ് ഇൻഡസ്ട്രിയിൽ പല പ്രൊജക്റ്റുകളിലും പല രീതിയിലും ഭാഗമായിട്ടുള്ള ആളുകളാണ് ഞാനും ജിഷയൊക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ജലീൽ സർ ഇവിടെ ഉണ്ട്, കരിയർ ഗുരു ജലീൽ സർ, അല്ലെങ്കിൽ റംല മാഡം, CGയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് റംല മാഡം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാസർ സർ, ഇവരൊക്കെ ഇന്നിവിടെ ഉണ്ട്. പല രീതിയിലും ഇവരൊക്കെ കരിയർ രംഗത്തുണ്ട്. ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് അവരുടെയൊക്കെ കൂടെയൊക്കെ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് ശരിക്കും കരിയർ കോഷ്യൻ്റ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻ്റ് എന്നൊക്കെ പറയുന്ന കുറേ IQ, EQ, SQ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. സോ അതുപോലൊരു കോഷ്യൻ്റ് ഞങ്ങൾ വി ആർ പുട്ടിംഗ് ഫോർവേഡ് എ ന്യൂ കോഷ്യൻ, കരിയർ കോഷ്യൻ എന്ന് പറയുന്നത്. ആളുകളുടെ ഒരു കരിയർ അവെയർനെസ് അല്ലെങ്കിൽ കരിയറിലുള്ള റെഡിനെസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വെരി സിമ്പിൾ ഒരു അസസ്മെൻറ്റ്, ഒരു സെൽഫ് ഇവാലുവേഷൻ ടൂൾ എന്ന് തന്നെ നമുക്കതിനെ പറയാം. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ വളരെ ആഴത്തിലുള്ള അസസ്മെൻറ്റ്സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിങ്ങോ ഒന്നുമില്ല. വെരി ക്വിക്ക്ലി ഒരു റാൻഡം കരിയർ ക്വിസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു കരിയർ ക്വിസ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു കരിയർ ക്വിസാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലെവലായിട്ട് ഓൺലൈനിൽ ഈ കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് 10 സ്റ്റുഡൻസാണ് ഇന്ന് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ളത്. സോ അവിടെ വളരെ റാൻഡംലി ഞങ്ങൾ ലോകത്ത് നടക്കുന്ന പല കരിയർ ചേഞ്ചുകളെയും ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 10ഓളം പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ദെയർ ഗ്ലോബൽ അവെയർനെസ്, ദെയർ ഫിനാൻഷ്യൽ ലിറ്ററസി, ദെയർ ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ്, ദെയർ സോഷ്യൽ വാല്യൂസ്, എത്തിക്സ്, ഇങ്ങനെ പല പാരാമീറ്റേഴ്സും ഒരു 10 പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള വളരെ ക്വിക്ക് ക്വസ്റ്റ്യൻസ്, റാൻഡം ക്വസ്റ്റ്യൻ വിതൗട്ട് എനി പ്രിപ്പറേഷൻ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റാവുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ഒരു CQ സ്കോർ അസസ് ചെയ്യാന്നുള്ള രീതിയിൽ അത് നടത്തിയിട്ടുള്ളത്. സോ അതിനൊരു കോമ്പറ്റീഷൻ മൂഡിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഒളിമ്പ്യാഡ്, കരിയർ കോഷ്യൻ ഒളിമ്പ്യാഡ് എന്നുള്ളൊരു പേരും അതിന് കൊടുത്തിട്ടുള്ളത്. കാരണം എന്നാലും ആളുകൾ അതൊരു എന്താ പറയുക ഒരു കോമ്പറ്റൻറ്റ് മൂഡിലേക്ക് വരുമ്പോഴാണല്ലോ അത് ആളുകൾ ഒന്നുകൂടി ടേക്കപ്പ് ചെയ്യുക. സോ ബേസിക്കലി ദാറ്റ് ഈസ് കരിയർ കോഷ്യൻ ഒളിമ്പ്യാഡ്.